ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹനിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു പൈനാപ്പിൾ ജ്യൂസുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വീട്ടിൽ ഉണ്ടായ ഒരു ഇടത്തരം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പൈനാപ്പിളാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുള്ളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ ഈ മുകൾ വശത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് അടിവശവും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഞാനിവിടെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. എല്ലാ മുള്ളും ഞാൻ കട്ട് ചെയ്ത് മാറ്റി വരട്ടെ. ഞാനിവിടെ എല്ലാ മുള്ളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഇതിൻ്റെ നടുവിലൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ ഓരോ ഭാഗവും 3 പീസാക്കി കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ നടുഭാഗത്തുള്ള ഈ കട്ടിയുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇത് ജ്യൂസിൽ ഉപയോഗിക്കാൻ പറ്റൂല. ഇത് ജ്യൂസിൽ ഉപയോഗിച്ചാൽ ജ്യൂസിന് ഒരു ചൊറിച്ചിലായിരിക്കും. നമ്മുടെ നാവൊക്കെ നല്ല ചൊറിച്ചിലായിരിക്കും. ഈ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് 4 ഗ്ലാസ്സിലേക്കുള്ള പൈനാപ്പിൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 2 ഗ്ലാസ്സിലേക്കുള്ള പൈനാപ്പിളേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാറ്റി വെക്കണം. ഞാൻ എല്ലാത്തിൻ്റെയും കട്ടിയുള്ള ഭാഗം മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ പീസുകൾ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം. ഒരു മീഡിയം സൈസിൽ ചെറുതാക്കിയാൽ മതി. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വരട്ടെ. ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഓരോ പൈനാപ്പിളിൻ്റെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഐസ് ക്യൂബാണ്. തണുപ്പ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ്സിലേക്കുള്ള വെള്ളമാണ് ചേർക്കുന്നത്. എത്ര ഗ്ലാസ്സിലേക്കാണ് ജ്യൂസ് ആവശ്യം അത്രക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ച് മാറ്റിയെടുക്കണം. ഇതിൽ വല്ല നാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരിപ്പയിലൂടെ മാറ്റിയെടുക്കാം. ഞാൻ എല്ലാം അതൊന്ന് അരിച്ചെടുത്ത് വരട്ടെ. ഞാൻ എല്ലാതും ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ വീട്ടിലുണ്ടാവുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒറിജിനൽ ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസാണിത്. നമ്മുടെ വീട്ടിലുള്ള പൈനാപ്പിൾ കൊണ്ടായത് കൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.